ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ഷൈൻ അക്കാഡമി. നമ്മളിന്ന് ബൈ എന്ന് പറയുന്ന ഈ ഒരു ചെറിയ വേർഡിൻ്റെ 5 പ്രധാനപ്പെട്ട ഉപയോഗങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ തുടങ്ങാം. നമ്മുടെ ബൈ എന്ന് പറയുന്ന വേർഡിൻ്റെ ഒന്നാമത്തെ ഉപയോഗമാണ്, ഞാൻ നിങ്ങളോടൊരു സെൻറ്റൻസ് പറയാം. നമുക്ക് പുസ്തകം വായിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുസ്തകം വായിക്കുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ കഴിയും, അല്ലേ? വി ക്യാൻ ലേൺ മെനി തിങ്സ്. We can learn many things by reading books. പുസ്തകം വായിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുസ്തകം വായിക്കുന്നതിലൂടെ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ട് എന്ന് പറയണം. ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പുസ്തകം വായിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് പറയും? ബൈൻ്റെ കൂടെ ING ഫോം ആണ് ചേർക്കാറ്. ബൈൻ്റെ കൂടെ IN ചേർത്ത് കഴിഞ്ഞാൽ ചെയ്തുകൊണ്ട് എന്ന് വെച്ചാൽ ഒരു മെത്തേഡിനെയാണ് കാണിക്കുന്നത്, എങ്ങനെ ചെയ്തു എന്നുള്ളത്. ഉദാഹരണം പറയാം. നമ്മുടെ ഒന്നാമത്തെ ഉദാഹരണമാണ്, ഐ ഇംപ്രൂവ്ഡ് മൈ ഇംഗ്ലീഷ് ലാംഗ്വേജ് ബൈ പ്രാക്ടീസിങ്. ഐ ഇംപ്രൂവ്ഡ് മൈ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്തു. എങ്ങനെ? ബൈ പ്രാക്ടീസിങ്. പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എന്നാണ്. പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തതിലൂടെ എന്ത് ചെയ്തു? ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്തു. ഇനി രണ്ടാമതാണ്, ഐ സേവ്ഡ് സം മണി. ഞാൻ കുറച്ച് പണം സേവ് ചെയ്തു. എങ്ങനെ? ബൈ കുക്കിംഗ് അറ്റ് ഹോം. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ കുറച്ച് പണം സേവ് ചെയ്തു. പുറത്ത് പോവാതെ, റെസ്റ്റോറൻറ്റിലോ ഹോട്ടലിലോ പോവാതെ, അവിടുന്ന് ഭക്ഷണം കഴിക്കാതെ വീട്ടിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് ഐ സേവ്ഡ് സം മണി. ഇനി അടുത്താണ് നമ്മുടെ മൂന്നാമത്തെ ഉദാഹരണമാണ് എന്ത്? ഐ ബിക്കെയിം സക്സസ്ഫുൾ. ഞാൻ സക്സസ്ഫുൾ ആയി. എങ്ങനെയാണ് ഞാൻ സക്സസ്ഫുൾ ആയത്? ഞാൻ സക്സസ്ഫുൾ ആയി ബൈ വർക്കിംഗ് ഹാർഡ്. എന്താണ്? ബൈ വർക്കിംഗ് ഹാർഡ്. കഠിനാധ്വാനം ചെയ്തുകൊണ്ട്, അല്ലേ? വർക്കിംഗ് ഹാർഡ്, കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഞാൻ സക്സസ്ഫുൾ ആയി. ഇനി നമുക്ക് നാലാമത്തെ ഉദാഹരണം നോക്കാം. യു ക്യാൻ ലേൺ മെനി തിങ്സ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ കഴിയും. എങ്ങനെ? ബൈ റീഡിങ് ബുക്സ്. പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും അല്ലെങ്കിൽ പഠിച്ചെടുക്കാൻ കഴിയും. ഓക്കെ, ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ബൈയുടെ ഉപയോഗം. എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു. നമ്മുടെ രണ്ടാമത്തെ ഉപയോഗമാണ് ടൈമിനെ കാണിക്കാൻ വേണ്ടിയിട്ട്, ടൈം ലിമിറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബൈ യൂസ് ചെയ്യാറുണ്ട്. ടൈം ലിമിറ്റിനെ കാണിക്കാൻ വേണ്ടി ബൈ യൂസ് ചെയ്യുമ്പോൾ അവിടെ അർത്ഥം വരും ഡെഡ് ലൈൻ. എന്ന് വെച്ചാൽ ഡെഡ് ലൈനെ കാണിക്കാൻ വേണ്ടിയിട്ട്, ലാസ്റ്റ് മൊമെന്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഡെഡ് ലൈൻ എന്ന് പറയും. അത് പറയാം, ഇതിനെ മലയാളത്തിൽ പറയും ഇതോടുകൂടി അല്ലെങ്കിൽ ആകുമ്പോഴേക്കും. ഞാൻ പറയാണ്, 5 മണിയോട് കൂടി അല്ലെങ്കിൽ 5 മണി ആകുമ്പോഴേക്കും നിനക്ക് അവിടെ എത്തണം. എന്തായാലും പറയാം, യു ഹാവ് ടു അറൈവ് ദെയർ. നിനക്ക് അവിടെ എത്തണം അല്ലെങ്കിൽ നിനക്ക് അവിടെ എത്തേണ്ടതുണ്ട്. എപ്പോൾ? ബൈ 5 o'clock ദിസ് ഈവനിങ്. ബൈ 5 o'clock ദിസ് ഈവനിങ്. ഇന്ന് വൈകുന്നേരം 5 മണിയോട് കൂടി അല്ലെങ്കിൽ 5 മണി ആകുമ്പോഴേക്കും നിനക്ക് അവിടെ എത്തണം. ഇപ്പം ഞാൻ പറയാണ്, ഞാൻ നിങ്ങളെ 5 മണിക്ക് കാണാം. 5 മണിക്ക് ഞാൻ നിങ്ങളെ കാണാം. എങ്ങനെ പറയാം? ഐ വിൽ മീറ്റ് യു, അല്ലേ? ഐ വിൽ മീറ്റ് യു അറ്റ് 5. ഞാൻ പറയാണ്, ഐ വിൽ മീറ്റ് യു അറ്റ് 5 അല്ലെങ്കിൽ ഐ വിൽ മീറ്റ് യു അറ്റ് 5 o'clock ദിസ് ഈവനിങ്. ഇനി എനിക്ക് പറയണം, ഞാൻ നിങ്ങളെ 5 മണിക്ക് മുന്നേ കാണാം. അപ്പോൾ പറയാം, അപ്പം നമുക്ക് അറ്റല്ല ഉപയോഗിക്കേണ്ടത്, അവിടെ ഉപയോഗിക്കണം ബിഫോർ, അല്ലേ? എന്താ ഉപയോഗിക്കേണ്ടത്? ബിഫോർ ആണ് ഉപയോഗിക്കേണ്ടത്, അല്ലേ? 5 മണി മുന്നേ. ഐ വിൽ മീറ്റ് യു ബിഫോർ 5 o'clock. ഇനി ഈ ബൈ എന്ന് പറയുന്ന ഈ ഒരു വേർഡുണ്ടല്ലോ, ടൈമിനെ കാണിക്കാൻ വേണ്ടി ബൈ ഉപയോഗിക്കുമ്പോൾ അതിൽ ഈ 2 വേർഡും വന്നു. ഏതൊക്കെയാണ്? ബിഫോറും വന്നു, അതുപോലെ അറ്റും വന്നു. അതിൻ്റെ കാരണം എന്താ പറയുക? അതിന് കാരണം നമ്മൾ ടൈമിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ബൈ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥമാണ് മാക്സിമം ടൈം. എന്താണ് ഇവിടെ ഞാൻ പറയാണ്? ബൈ 5 o'clock. ബൈ 5 o'clock എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ടൈമാണ് 5. അതിന് മുന്നേ ആവാം, പക്ഷേ മാക്സിമം ടൈം 5 o'clock. ഓക്കെ, അപ്പോൾ ബൈ എന്ന് പറയുന്ന ഈ ഒരു ചെറിയ വേർഡിൽ ഈ 2 വേർഡും വന്നു, ബിഫോർ വന്നു, അറ്റും വന്നു. ഓക്കെ, അപ്പോൾ ഇത് 2 പകരമായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ബൈ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഉദാഹരണമാണ്, ഐ കംപ്ലീറ്റഡ് മൈ വർക്ക്. ഞാൻ എൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. എപ്പോൾ? ബൈ 7:30 ദിസ് മോർണിംഗ്. ഇന്ന് രാവിലെ 7 കൂടി അല്ലെങ്കിൽ 7 ആകുമ്പോഴേക്കും ഞാൻ എൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു എന്നർത്ഥം. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഷീ വിൽ കോൾ മീ. അവൾ എന്നെ വിളിക്കും.
അവൾ എന്നെ വിളിക്കും. എപ്പോ? ബൈ ഈവനിങ്, വൈകുന്നേരത്തോടു കൂടി അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും അവൾ എന്നെ വിളിക്കുന്നതായി. ഓക്കെ, ഇനി അടുത്താണ് ദ പാർസൽ വിൽ ബി ഡെലിവേർഡ്. പാർസൽ ഡെലിവർ ആകും എപ്പോൾ? ബൈ മൺഡേ. തിങ്കളാഴ്ചയോട് കൂടി അല്ലെങ്കിൽ തിങ്കളാഴ്ച ആകുമ്പോഴേക്കും നമ്മുടെ പാർസൽ ഡെലിവർ ആകും എന്നർത്ഥം. ഇനി അടുത്താണ് ബൈൻ്റെ മൂന്നാമത്തെ ഉപയോഗമാണ് ലൊക്കേഷനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബൈ യൂസ് ചെയ്യാറുണ്ട്. എങ്ങനെ? പക്കൽ എന്ന് പറയാൻ അല്ലെങ്കിൽ വളരെ അടുത്ത് എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ ബൈ യൂസ് ചെയ്യും. അടുത്ത് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് വേർഡ്സ് യൂസ് ചെയ്യാറുണ്ട്. നിയർ എന്ന് പറയാറുണ്ട് അല്ലേ? അതുപോലെ ബിസൈഡ്, അതുപോലെ ക്ലോസ് ടു, നെക്സ്റ്റ് ടു, ഇതൊക്കെ പറയാറുണ്ട്. അതുപോലെ നമ്മൾ ബൈ യൂസ് ചെയ്യാറുണ്ട് എന്ത് പറയാൻ വേണ്ടിയിട്ട്? വളരെ അടുത്ത് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബൈ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നിയർ, ബിസൈഡ്, ക്ലോസ് ടു, നെക്സ്റ്റ് ടു, ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഒരു വീഡിയോയിൽ കവർ ചെയ്യും. ഓക്കെ, അടുത്ത് എന്ന് പറയുന്നതിന് വേണ്ടി ഒരുപാട് വേർഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ എവിടൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് പറയാം, വളരെ അടുത്ത് എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ ബൈ യൂസ് ചെയ്യാറുണ്ട്. ഉദാഹരണം നോക്കാം. ഹി ഈസ് സ്റ്റാൻഡിങ് ബൈ ദ വിൻഡോ. അവൻ വിൻഡോയുടെ വളരെ അടുത്താണ് നിൽക്കുന്നത്, ജനവാതിലിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അടുത്താണ് ഷീ സിറ്റിംഗ് ബൈ ദ ഡോർ. അവൻ ഡോറിൻ്റെ വളരെ അടുത്താണ് ഇരിക്കുന്നത്. അതുപോലെ മൈ ഹൗസ് ഈസ് ബൈ ദ റിവർ. എൻ്റെ വീട് നദിയുടെ വളരെ അടുത്താണ്. അതുപോലെ ദർ ഈസ് എ കീ. അവിടെ ഒരു ചാവിയുണ്ട്. എവിടെ? ബൈ ദ ഫോണിൻ്റെ വളരെ അടുത്തൊരു ചാവിയുണ്ട്. ഇനി ഞാൻ പറയാണ്, ഞാൻ ഇപ്പോൾ എൻ്റെ ബൈക്കിൻ്റെ വളരെ അടുത്താണ് നിൽക്കുന്നത്. എന്താണ്? ഞാൻ എൻ്റെ ബൈക്കിൻ്റെ അടുത്താണ് നിൽക്കുന്നത് എന്ന് പറയാം. ഐ എം സ്റ്റാൻഡിങ് ബൈ മൈ ബൈക്ക്. ഇനി എനിക്ക് പറയണം, ഞാൻ ഒരുപാട് കാറുകളുണ്ട്. പറയാണ്, ഞാനൊരു കാറിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. പറയാം, ഐ എം സ്റ്റാൻഡിങ് ബൈ എ കാർ. ഓക്കെ, ഞാൻ ഒരു കാറിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഓക്കെ, ഇതുപോലെ ലൊക്കേഷൻ കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ബൈ യൂസ് ചെയ്യാറുണ്ട്. ക്ലിയർ? ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇനി നമ്മുടെ ബൈയുടെ നാലാമത്തെ ഉപയോഗമാണ് ട്രാൻസ്പോർട്ടേഷൻ, എന്ന് വെച്ചാൽ ഗതാഗതം. അപ്പം ഞാൻ പറയാണ്, ഞാൻ ബസ്സിലാണ് ജോലിക്ക് പോവാറ്, അവൻ കാറിലാണ് അവിടെ പോയത്, അല്ലെങ്കിൽ ഞാൻ ബൈക്കിൽ ഇന്ന് അവിടെ വരും. ഇതുപോലെ ട്രാൻസ്പോർട്ടേഷനെ കാണിക്കാൻ വേണ്ടി നമ്മൾ ബൈ ആണ് യൂസ് ചെയ്യാറ്. പക്ഷെ ബൈ യൂസ് ചെയ്യുമ്പോൾ ഈ ബൈ എന്ന് പറയുന്ന വേർഡിന് ശേഷം ഒരു എക്സ്ട്രാ വേർഡ് അവിടെ വരാൻ പാടില്ല. ഇപ്പം ഞാൻ പറയാണ്, ഐ ഗോ ടു വർക്ക് ബൈ ബസ്. ഞാൻ ബസ്സിലാണ് ജോലിക്ക് പോവാറ്. അല്ലാതെ ഐ ഗോ ടു വർക്ക് ബൈ എ ബസ് നോ, അല്ലെങ്കിൽ ഐ ഗോ ടു വർക്ക് ബൈ ദ ബസ് നോ, അന്ന് എക്സ്ട്രാ, അതുപോലെ എക്സ്ട്രാ വേർഡ് ബൈന് ശേഷം വരാൻ പാടില്ല. അങ്ങനെ എക്സ്ട്രാ വേർഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ വേർഡ് ബൈന് ശേഷം ഉപയോഗിക്കുന്നത് ലൊക്കേഷനെ കാണിക്കാൻ വേണ്ടിയാണ്, നമ്മുടെ മൂന്നാമത്തെ ഉപയോഗം. ഓക്കെ, ഞാൻ പറയാം, ഞാൻ കാറിലാണ് സ്കൂളിൽ പോകാറ്. ഐ ഗോ ടു സ്കൂൾ. ഓക്കെ, എന്താ പറഞ്ഞത്? ഐ ഗോ ടു സ്കൂൾ ബൈ കാർ. ക്ലിയർ? ഐ ഗോ ടു സ്കൂൾ ബൈ കാർ. ഇവിടെ നിന്നാണ് ഞാൻ കാറിലാണ് സ്കൂളിൽ പോകാറ്. ഇവിടെ ബൈ എന്ന് പറയുന്ന വേർഡിന് ശേഷം ഒരു എക്സ്ട്രാ വേർഡ് വരാൻ പാടില്ല. ഓക്കെ, ബൈ എന്ന് പറയുന്ന വേർഡിന് ശേഷം എക്സ്ട്രാ വേർഡ് വരാറ് ലൊക്കേഷനെ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, ട്രാൻസ്പോർട്ടേഷനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഒരു കാരണവശാലും ബൈന് ശേഷം എന്ത് വരാൻ പാടില്ല? എക്സ്ട്രാ വേർഡ് വരാൻ പാടില്ല. ഇനി എക്സ്ട്രാ വേർഡ് വന്നു വിചാരിക്കാം. ഇപ്പം ഞാൻ പറയാണ്, ഞാൻ എക്സ്ട്രാ വേർഡ് വരാം എപ്പോഴും നടക്കുന്നു. ഞാൻ പറയാണ്, ഞാൻ എൻ്റെ കാറിലാണ് സ്കൂളിൽ പോകാറ്. എന്ന് പറയുമ്പോൾ ഐ ഗോ ടു സ്കൂൾ ഡാഷ് മൈ കാർ. ഇവിടെ ബൈ ഉപയോഗിക്കാൻ പാടില്ല. എന്താ കാരണം അറിയോ? അതിന് കാരണം നമ്മൾ ബൈ എന്ന് പറയുന്ന വേർഡിനെ ട്രാൻസ്പോർട്ടേഷനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ അവിടെ ആ ഒരു വേർഡിന് ശേഷം ഒരു എക്സ്ട്രാ വേർഡ് വരാൻ പാടില്ല. അങ്ങനെ എക്സ്ട്രാ വേർഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം കാർ അല്ലേ, കാറിന് വേണ്ടി നമ്മൾ എന്താ ഉപയോഗിക്കാറ്? ഇന്നാണ് ഉപയോഗിക്കാറ് അല്ലേ. അപ്പോൾ ഐ ഗോ ടു സ്കൂൾ ഇൻ മൈ കാർ.
ഐ ഗോ ടു സ്കൂൾ ഇൻ മൈ കാർ എന്ന് പറയേണ്ടി വരും. എന്താ കാരണം അറിയോ? ഇവിടെ ഒരു എക്സ്ട്രാ വേർഡ് വന്നു. അത് കാരണം നമ്മൾ ബൈ ചേർക്കാൻ പാടില്ല. ഇപ്പം ഞാൻ പറയാണ്, ഞാൻ ബൈക്കിലാണ് സ്കൂളിൽ പോകാറ്. ഞാൻ ബൈക്കിലാണ് സ്കൂളിൽ പോകാറ്. പറയാം ഐ ഗോ ടു സ്കൂൾ, അല്ലേ? ഐ ഗോ ടു സ്കൂൾ ഡാഷ്. ഞാൻ പറയാണ് മൈ ബൈക്ക്. ഓക്കെ, മൈ ബൈക്ക്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ മൈ ചേർക്കുന്നില്ല വിചാരിക്കാം. ഇപ്പം എന്താണ്, ഇതൊരു ട്രാൻസ്പോർട്ടേഷനല്ലേ കാണിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഐ ഗോ ടു സ്കൂൾ ബൈ ബൈക്ക് എന്നാണ് പറയേണ്ടത്. ഐ ഗോ ടു സ്കൂൾ ബൈ ബൈക്ക്. അല്ലാതെ ഐ ഗോ ടു സ്കൂൾ ഓൺ ബൈക്ക് എന്ന് പറയരുത് കേട്ടോ. ഓൺ ബൈക്ക് എന്ന് പറയരുത്. ഐ ഗോ ടു സ്കൂൾ ഓൺ ബൈക്ക്. നോ 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 നോ. ഐ ഗോ ടു സ്കൂൾ ബൈ ബൈക്ക് എന്ന് പറയാ, ബൈ ബൈക്ക്. ഓക്കെ, ഇനി ഞാൻ പറയാണ് ഇവിടെ ഒരു എക്സ്ട്രാ വേർഡ് വന്നു. എന്താണ്? മൈ. ഓക്കെ, ഇവിടെ എക്സ്ട്രാ വേർഡ് വന്നോടുകൂടി ഇവിടെ എന്തായി? ഇത് തെറ്റാണ്. ഐ ഗോ ടു സ്കൂൾ ബൈ മൈ ബൈക്ക് എന്ന് പറയാറില്ല. അതിൻ്റെ കാരണം ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ, ബൈ ഉപയോഗിക്കുമ്പോൾ അവിടെ ബൈ എന്ന് പറയുന്ന വേർഡിന് ശേഷം എക്സ്ട്രാ വേർഡ് വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടതാണ് ഓണാണ്. ഇവിടെ ഞാൻ ഇൻ ഉപയോഗിച്ചു, കാരണം കാർ ആയതുകൊണ്ട് ഇൻ മൈ കാർ. ഇവിടെ ബൈക്കാണ്, അതുകൊണ്ട് ഞാൻ ഓൺ ഉപയോഗിച്ചു. ഐ ഗോ ടു സ്കൂൾ ഓൺ മൈ ബൈക്ക്. ബൈ മൈ ബൈക്ക് എന്ന് പറയുന്നത് ബൈ ബൈക്ക് എന്ന് പറയാം. ഓക്കെ, ഓൺ മൈ ബൈക്ക്. ക്ലിയർ? ഇനി ഞാൻ പറയാണ്, ഇവിടെ ബൈ ചേർക്കുകയാണെങ്കിലോ, ബൈ നമുക്ക് ചേർക്കാം. എപ്പോഴും ബൈ ചേർക്കാറ്? ബൈ ചേർക്കാറ് ലൊക്കേഷൻ കാണിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഗോ എന്നുള്ള വരാം. ഞാൻ പറയാണ്, ഞാൻ എൻ്റെ ബൈക്കിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഞാൻ പറയാം ഐ ആം സ്റ്റാൻഡിങ്. ഉണ്ടോ? ഐ ആം സ്റ്റാൻഡിങ് ബൈ മൈ ബൈക്ക്. ഇവിടെ വളരെയധികം കറക്റ്റാണ്. ഉണ്ടോ? ഇവിടെ എന്താണ്? സെൻറ്റൻസ് കറക്റ്റാണ്. എന്താ കാരണം അറിയോ? ഇവിടെ ബൈ വന്നു, കറക്റ്റാണ്. ഇവിടെ നമ്മൾ ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചല്ല പറയുന്നത്, ഇവിടെ ലൊക്കേഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലൊക്കേഷനെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ബൈൻ്റെ ശേഷം എക്സ്ട്രാ വേർഡ് ഉപയോഗിക്കാറ്. ട്രാൻസ്പോർട്ടേഷനെ കാണിക്കുമ്പോൾ ബൈൻ്റെ ശേഷം എന്ത് ഉപയോഗിക്കരുത്? എക്സ്ട്രാ വേർഡ് ഉപയോഗിക്കരുത് എന്നാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഉദാഹരണം നോക്കാം. ഷീ വെന്റ് ടു സ്കൂൾ. അവൾ സ്കൂളിൽ പോയി. എങ്ങനെ പോയത്? ബൈ സൈക്കിൾ. സൈക്കിളിൽ അവൾ സ്കൂളിൽ പോയി. ഓക്കെ, അതുപോലെ ഹി വിൽ ഗോ. അവൻ പോകും. ഹി വിൽ ഗോ ദെയർ. അവൻ അവിടെ പോകും. ബൈ കാർ. കാറിൽ അവൻ അവിടെ പോകും. ക്ലിയർ? ഇതൊക്കെ ഇവിടെ കണ്ടോ? ബൈ എന്ന് പറയുന്ന വേർഡിന് ശേഷം എക്സ്ട്രാ വേർഡ് വരാൻ പാടില്ല, വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മീനിങ്ങിൽ മാറ്റം വരും. ഓക്കെ, ലൊക്കേഷൻ. ദേ വിൽ കം ഹിയർ. അവർ ഇവിടെ വരും. ബൈ ബൈക്ക്. അവർ ബൈക്കിൽ ഇവിടെ വരും. ഓക്കെ, ഇനി നമ്മുടെ അവസാനത്തെ അഞ്ചാമത്തെ ഉപയോഗമാണ് ബൈൻ്റെ. അതാണ് പേയ്മെൻറ്റ് മെത്തേഡ്. എന്താണ്? പേയ്മെൻറ്റ് മെത്തേഡ്. നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാറുണ്ടല്ലോ. ഗൂഗിൾ പേ ഉപയോഗിക്കാറുണ്ട്, പേടിഎം, ക്യാഷ്, ചെക്ക്, ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അവിടെ നമുക്ക് ബൈ ഉപയോഗിക്കാവുന്നതാണ്. ബൈ എങ്ങനെ? ഞാൻ പറയാണ്, ഷീ പെയ്ഡ് ദ മണി ബൈ ഡെബിറ്റ് കാർഡ്. ഷീ പെയ്ഡ് ദ മണി. അവൾ പണം അടച്ചു. എങ്ങനെ അടച്ചത്? ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ബൈ ഉപയോഗിക്കാവുന്നതാണ്. ഷീ പെയ്ഡ് ദ മണി വിത്ത് ഉപയോഗിക്കാം. തീർച്ചയായിട്ടും വിത്ത് ഉപയോഗിക്കാം. വിത്ത് ഡെബിറ്റ് കാർഡ്. അതുപോലെ ഷീ പെയ്ഡ് ദ മണി ത്രൂ ഉപയോഗിക്കാം. എങ്ങനെയാണ്? ഞാൻ പറയാണ്, വിത്ത് നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. അതുപോലെ ത്രൂ, ഒരു സംശയം വേണ്ട, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് എന്ത് പേയ്മെൻറ്റ് മെത്തേഡിന് വേണ്ടി നമുക്ക് ബൈ ഉപയോഗിക്കാം. ബൈ നമുക്ക് ഉപയോഗിക്കാം. എങ്ങനെ? ഷീ പെയ്ഡ് ദ മണി ബൈ ഡെബിറ്റ് കാർഡ്. He received the payment by check. Okay. അതുപോലെ ഐ വുഡ് ലൈക്ക് ടു പേ. ഞാൻ അടക്കാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ? പണം അടക്കാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ? ബൈ ഗൂഗിൾ പേ, അല്ലെങ്കിൽ വിത്ത് ഗൂഗിൾ പേ, അല്ലെങ്കിൽ ത്രൂ ഗൂഗിൾ പേ. ഈ മൂന്നിൽ ഏത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ മേ ഐ പേ ദ ബിൽ. ഞാൻ പണം അടച്ചോട്ടെ, അല്ലെങ്കിൽ ഞാൻ ബിൽ അടച്ചോട്ടെ. എങ്ങനെ? ബൈ പേടിഎം, അല്ലെങ്കിൽ വിത്ത് പേടിഎം, ത്രൂ പേടിഎം. ഓക്കെ, വിത്ത് ഉപയോഗിക്കാം, ത്രൂ ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് ബൈ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ബൈയും ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ ക്യാഷിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ബൈയോ വിത്ത് ത്രൂ ഒന്നും ഉപയോഗിക്കരുത്. അവിടെ ഇൻ ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഐ പെയ്ഡ് ദ ബിൽ ഇൻ ക്യാഷ്. ഇൻ ക്യാഷ് എന്ന് പറയാം, ഇൻ ക്യാഷ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്.